ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ റീമ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഫില്ലേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഫില്ലേഴ്സ് പല രീതിയിൽ നമുക്ക് ബാങ്ക് എക്സാംസിന് വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഡബിൾ ഫില്ലേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതൊരു മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 5 ക്വസ്റ്റ്യൻസും അതെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. അപ്പം മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഈ ഫില്ലേഴ്സിനകത്താണെങ്കിലും ബാങ്കിൻ്റെ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് 5 ഓപ്ഷൻസാണ് വരുന്നതെന്ന് അറിയാമല്ലോ അല്ലേ? അതെല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, early dash of maladjustment to college culture is dashed by the tendency to develop friendship networks outside college which mask signals of maladjustment. ഒറ്റ വായനയിൽ ചിലപ്പോൾ ഒന്നും മനസ്സിലായെന്ന് വരില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് അതിനകത്ത് 2 ബ്ലാങ്ക് സ്പേസസ് ഉണ്ട് അല്ലേ? ഇതാണ് ഫില്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫില്ലേഴ്സ് പല രീതിയിൽ ചോദിക്കാറുണ്ട്. ചിലപ്പം ഒരു ബ്ലാങ്ക് ആയിരിക്കാം എങ്കിൽ അതിനെ സിംഗിൾ ഫില്ലർ എന്ന് പറയുന്നു. ചിലപ്പോൾ 2 ബ്ലാങ്ക്സ് ആയിരിക്കാം ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ പോലെ, അപ്പോൾ അത് ഡബിൾ ഫില്ലേഴ്സ് ആണ്. ചില സമയത്ത് 3 ബ്ലാങ്ക്സ് കാണും, അപ്പോൾ അത് ട്രിപ്പിൾ ഫില്ലേഴ്സ് ആയിട്ട്. പിന്നെ ചിലപ്പം 2 ബ്ലാങ്ക്സ് കാണും, 2നും ഒരു ആൻസർ ആയിരിക്കും. മനസ്സിലായോ? അങ്ങനത്തെ വരും. അല്ലെങ്കിൽ 3 ബ്ലാങ്ക്സ് കാണും, 3നും ഒരു ആൻസർ ആയിരിക്കും. 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും തരുന്നത്, പക്ഷേ ഒറ്റ ആൻസർ ആയിരിക്കും. ഇവിടെ എന്താണെങ്കിലും ഡബിൾ ബ്ലാങ്ക്സ് ആണ്, 2 ബ്ലാങ്ക്സും ഉണ്ട്, 2 ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ളതൊന്നും വരാൻ ചാൻസ് കുറവാണ്. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പർ വായിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. കാരണം കുറേയൊക്കെ എന്താ പറയുക, വൊക്കാബ് ബേസ്ഡ് ആയിട്ടുള്ളതും കുറച്ച് മാത്രം ലോജിക്കലായിട്ടുള്ളതും അല്ലെങ്കിൽ ഗ്രമാറ്റിക്കൽ ആയിട്ടുള്ളതും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഒരു റീഡിങ് സ്റ്റൈൽ ന്യൂസ് പേപ്പർ ആണെങ്കിൽ അതാണ് നമ്മൾ അതിൽ യൂസ്ഡ് ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഏർലി ഡാഷ് ഓഫ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ടു കോളേജ് കൾച്ചർ. അപ്പോൾ കോളേജ് കൾച്ചർ ഓക്കെ ശരി. എന്നിട്ട് ഡാഷ് ബൈ ദ ടെൻഡൻസി ടു ഡെവലപ്പ് ഫ്രണ്ട്ഷിപ്പ് നെറ്റ്വർക്ക്സ് ഔട്ട്സൈഡ് കോളേജ്. ഓക്കെ, അപ്പോൾ കോളേജ് കൾച്ചർ പിന്നെ ഡെവലപ്പ് ഫ്രണ്ട്ഷിപ്പ് നെറ്റ്വർക്ക്സ് ഔട്ട്സൈഡ് കോളേജ് എന്ന് പറയുന്നത് വിച്ച് മാർക്ക് സിഗ്നൽസ് ഓഫ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തോ തരികട നടക്കുന്നുണ്ട് അല്ലേ? അതും ടു ഡെവലപ്പ് ഫ്രണ്ട്ഷിപ്പ് നെറ്റ്വർക്ക് ഔട്ട്സൈഡ് കോളേജ് ചെറുതായിട്ട് എന്തോ മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് കോളേജിന് പുറത്ത് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് പുറത്ത് നമ്മൾ റിലേഷൻസ് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം കുറേ കൂടെ ഇഷ്യൂസ് ഉണ്ടാകും എന്നുള്ളൊരു സെൻസാണിത്. അപ്പോൾ ഏർലി ഡാഷ് ഓഫ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനത്തെ ഡബിൾ ഫില്ലേഴ്സ് ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇതിൽ ഒരു ബ്ലാങ്ക് കിട്ടിയാൽ തന്നെ നമുക്ക് മറ്റേത് നമുക്ക് ഗസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ വായിച്ചിട്ട് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുന്നുണ്ടോ? ഏർലി ട്രീറ്റ്മെൻറ്റ് ഓഫ് മാൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണോ, ഏർലി ഡിറ്റക്ഷൻ ആണോ, ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആണോ, ഏർലി പ്രിവെൻഷൻ ആണോ, ഏർലി പെർസെപ്ഷൻ ആണോ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് അതൊരു നെഗറ്റീവാണ് അല്ലേ? 2 നെഗറ്റീവ്സ് നമുക്ക് യൂസ് ചെയ്യണോ? വേണ്ട. അതും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ബ്ലാങ്ക് വരുമ്പോഴത്തേക്കും ഇസ് ഹെൽപ്ഡ് ബൈ ദ ടെൻഡൻസി ടു ഡെവലപ്പ്. ഓക്കെ, അങ്ങനെ അത് സഹായിക്കുമോ? ഇല്ല. ആദ്യം തന്നെ 2 നെഗറ്റീവ്സ് നമുക്ക് വേണ്ട. അപ്പോൾ അവിടെ ഏർലി പ്രിവെൻഷൻ ഓഫ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. 2 നെഗറ്റീവ്സ് വേണ്ട, അത് പോട്ടെ, അതിനെ നമ്മൾ കളഞ്ഞു. ഇനി ഏർലി ട്രീറ്റ്മെൻറ്റ്, ഇത് അസുഖമൊന്നും അല്ലല്ലോ അല്ലേ? പുറത്ത് റിലേഷൻ പാടില്ല അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, അവിടെ അസുഖമൊന്നുമില്ല, അപ്പോൾ ഏർലി ട്രീറ്റ്മെൻറ്റും അല്ല. ഇനി ഏർലി ഡിറ്റക്ഷൻ ആവാം അല്ലേ? നേരത്തെ കണ്ടുപിടിക്കുന്നത് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ അതും ഓക്കെയാണ്. ശരി, ഇനി നമുക്ക് സെക്കൻഡ് ഹാഫ്, അതിന് മുമ്പ് പെർസെപ്ഷനും ഉണ്ട് കേട്ടോ. ഏർലി പെർസെപ്ഷൻ ഓഫ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്. പെർസെപ്ഷൻ ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ട്, ഇങ്ങനെ ആയിരിക്കണം അല്ല, അതും മാൽ അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് എന്താണ് ബന്ധം അല്ലേ? അതും വരില്ല. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസിൽ നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫ് നോക്കുക. എന്താണ്? ഇസ് ഡാഷ് ബൈ ദ ടെൻഡൻസി ടു ഡെവലപ്പ് ഫ്രണ്ട്ഷിപ്പ് നെറ്റ്വർക്ക്സ് ഔട്ട്സൈഡ് കോളേജ്. ഇസ് ഫെസിലിറ്റേറ്റഡ് ആണോ, ഇസ് കോംപ്ലിക്കേറ്റഡ് ആണോ? അതായത് കോളേജിന് പുറത്ത് ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യണോ, സൗകര്യം ഒരുക്കി കൊടുക്കണോ, അതോ അത് കുറേ കൂടെ കോംപ്ലിക്കേറ്റ് ആക്കുവാണോ ചെയ്യുന്നത്? കോംപ്ലിക്കേറ്റ് ആവുകയല്ലേ ചെയ്യുന്നത് അല്ലേ? കുറേ കൂടെ പ്രശ്നമാവുകയാണ് ചെയ്യുന്നത് അല്ലേ? സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി. അപ്പോൾ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ടു കോളേജ് കൾച്ചർ ഇസ് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, എങ്ങനെയാണ് കോംപ്ലിക്കേറ്റ് ആവുന്നത്? പുറത്തെ സുഹൃത്ത് ബന്ധം കാരണം. ഓക്കെ, ഇതാണ് സംഭവം.
അപ്പോൾ കണ്ടോ, അപ്പോൾ നമുക്കിതിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റി, ഇങ്ങനത്തെ ഡബിൾ ഫില്ലേഴ്സ് വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ബ്ലാങ്ക് എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയാൽ മറ്റേ നമുക്ക് ഇതുപോലെ ഗസ് ചെയ്ത് കുറച്ച് ലോജിക്കലായിട്ടും കൂടെ ചിന്തിക്കാം കേട്ടോ. സോ ക്ലിയർ ആണല്ലോ, ഓപ്ഷൻ സി ആണ്. അതേപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റൻ ഒന്ന് നോക്കിക്കേ. മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റൻ. ദ ബ്രിട്ടീഷ് റീറ്റെയിലർ M&S ടുഡേ formally dash defeat in its attempt to dash Kings, its US subsidiary, since no potential purchasers were ready to cough up with the necessary cash. Okay. ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരെത്തും പിടിയും കിട്ടത്തില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചിലപ്പം. ഒന്ന് വായിച്ചു നോക്കിക്കുക എന്തായിരിക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ബ്ലാങ്കേലും കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ലൈവ് കാണുന്നവർ, ഇത് ലൈവ് അല്ല കേട്ടോ, സോറി ഇത് ലൈവ് അല്ല, റെക്കോർഡഡ് കാണുന്നവർ ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കോമെൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ഇല്ലേ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും നമുക്കൊരു ക്ലൂ കാണും. എന്തായിരിക്കും? ബ്രിട്ടീഷ് റീറ്റെയിലർ M&S ഓക്കെ ടുഡേ ഫോർമലി എന്ത് ചെയ്തു? അഡ്മിറ്റഡ് ഡിഫീറ്റ്, തോൽവി സമ്മതിച്ചോ? കൺസീഡഡ് ഡിഫീറ്റ്, കൺസീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഈ പറഞ്ഞ പോലെ തന്നെ കൺസീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ആദ്യം ഒരു കാര്യം എതിർത്തിട്ടുണ്ടാവും, എന്നിട്ട് പിന്നെ ഓക്കെ അത് ശരിയെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ കൺസീഡ് ചെയ്യുക എന്ന് പറയുന്നത്. ആദ്യം അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഡിസഗ്രി ചെയ്തിട്ടുണ്ട്, പിന്നീട് അത് ഓക്കെ എന്ന് പറഞ്ഞ് എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരിട്ട് തന്നെ സമ്മതിക്കുക. കൺസീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റി പറയുന്നു, പിന്നെ സമ്മതിച്ചു, എഗ്രി ചെയ്തു, അഡ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ്ങാണ്. അനൗൺസ് ചെയ്യുക. അപ്പോൾ ഡിഫീറ്റ് ആരെങ്കിലും അനൗൺസ് ചെയ്യുമോ? ആലോചിച്ച് നോക്കിയാൽ തോൽവി ആരെങ്കിലും അനൗൺസ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ സി അല്ല, അവിടെ നിന്ന് അപ്പം തന്നെ നമുക്ക് കളയാം. ഇനി റാറ്റിഫൈ ചെയ്യുക, അതിന് എന്തെങ്കിലും എക്സ്ക്യൂസ് തരുക. ഡിഫീറ്റ് ഫോർമലി ഇങ്ങനെ തോൽവിക്ക് എക്സ്ക്യൂസ് തരുമോ? ഇല്ല. പിന്നെ ഡിനൈ ചെയ്യുവാണ്, ഫോർമലി ഡിനൈഡ് ഡിഫീറ്റ്. ഇനി എതിർത്തോ അങ്ങനെ അല്ല എന്ന് ഡിനൈ ചെയ്തോ അത് നമുക്കറിയത്തില്ല. അപ്പോൾ ആ മൂന്നാണ് അവിടെ നിൽക്കട്ടെ. ഇനി സെക്കൻഡ് ഹാഫ് നോക്കാം. ഇൻ ഇറ്റ്സ് അറ്റംപ്റ്റ് ടു ഡാഷ് കിങ്സ്, ഓക്കെ അക്വയർ കിങ്സ്, ഓക്കെ ടു ഓഫ്ലോഡ് കിങ്സ്, അഡ്വാൻസ് കിങ്സ്. എന്താണിത്? എന്താ ഇപ്പോൾ ഉദ്ദേശം എന്താണ്? എന്തായിരിക്കും? അതായത് അറ്റംപ്റ്റ് ടു ഡാഷ് കിങ്സ് അതിൻ്റെ US സബ്സിഡറി ആണ്. ഓക്കെ സിൻസ് നോ പൊട്ടൻഷ്യൽ പർച്ചേസേഴ്സ് വർ റെഡി ടു കോഫ് അപ്പ് വിത്ത് ദ നെസസറി ക്യാഷ്. അപ്പം അതായത് കഴിവുള്ള ഒരു പർച്ചേസേഴ്സും പൈസ കൊടുത്ത് അവരെ മേടിക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു അല്ലേ? അപ്പോൾ ഇവരെന്നാ കാണിച്ചു? ഈ ബ്രിട്ടീഷ് റീറ്റെയിലർ M&S ആദ്യം അവർ വിസമ്മതിച്ചുവെങ്കിലും പിന്നീട് അവർ ശരിവെച്ചു. എന്താണ് അവർ ശരിവെച്ചത്? അതായത് ഇവരിത് മറ്റുള്ളവർക്ക് ഏതോ ഒരു കമ്പനി, അതായത് കിങ്സ് എന്ന് പറയുന്നത് അതായത് അവരുടെ തന്നെ US സബ്സിഡറിയാണ്, അവരുടെ തന്നെ വേറൊരു ഇതാണ്. അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുവാണ്, അവർക്ക് അത് പാസ് ചെയ്യാണ്, അടുത്തൊരു ഇതിലേക്ക് കൊടുക്കുവാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വിൽക്കുമായിരിക്കാം എന്ന് അവരത് സമ്മതിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. കാരണം ആവശ്യത്തിന് പൈസയുമായിട്ട് വേറെ ആളുകൾ ആരും ഇല്ലായിരുന്നു, വേറെ പർച്ചേസസ് ആരും ഇല്ലാത്തതുകൊണ്ട് ഇവർ പിന്നീട് ഓക്കെ ഇവർ സമ്മതിച്ചു. അതായത് ഈ കിങ്സിന് ഇവരിത് കൊടുത്തു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കൊടുത്തു എന്നുള്ളത് ഓഫ് ലോഡാണ് കേട്ടോ. ഓഫ് ലോഡ് അതായത് ചിലപ്പോൾ അത് എന്തെങ്കിലും ടേംസ് കാരണം കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സെല്ല് ചെയ്യാതിരിക്കാൻ ചെയ്തിട്ടുള്ളത്. എനിവേസ് അവരത് അവരുടെ കയ്യിൽ നിന്ന് സംഭവം പോയി. ഓക്കെ സോ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി. അതുകൊണ്ട് ഫോർമലി കൺസീഡഡ്. അപ്പോൾ ഫോർമലായിട്ട് ആദ്യം അവർ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അവരത് അഡ്മിറ്റ് ചെയ്തു. ഓക്കെ എന്തുകൊണ്ടാണ് ആദ്യമേ അഡ്മിറ്റ് കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അവർ സമ്മതിച്ചു എന്നാണ്. പിന്നെ അവർ അക്വയർ ചെയ്യുകയല്ല ചെയ്യുന്നത്. കാരണം എന്താണ്, വേറെ ആരും ഏറ്റെടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കഷ്ടപ്പാട് വരുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് നേടിയെടുത്തിട്ടില്ല, അക്വയർ ചെയ്തിട്ടില്ല, അത് പോയി. പിന്നെ അഡ്വാൻസും ചെയ്തിട്ടില്ല. പിന്നെന്താണ്, അതിനെ ഓഫ് ലോഡ് ചെയ്തു, അതിനെ വിൽക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ അവരത് ആദ്യം സമ്മതിച്ചില്ല, പിന്നീട് അവർ സമ്മതിച്ചു. അതായത് അവരിങ്ങനെ വിറ്റു അല്ലെങ്കിൽ മറ്റൊരാൾക്കത് കൊടുത്തു എന്നുള്ളത് അവർ സമ്മതിച്ചു. അപ്പം ബി ആണേ, ബി. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ.
ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം കിട്ടുന്നത് കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഡബിൾ ഫില്ലേഴ്സിന് ഇത്രയും സമയമൊന്നും എടുക്കത്തില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ വേണം തിങ്ക് ചെയ്യാൻ. എന്തെങ്കിലും ചിലത് മാത്രമേ ഉള്ളൂ വൊക്കാബ് ബേസ്ഡ്, അല്ലെങ്കിൽ എന്താ പറയുക, ഗ്രാമർ ബേസ്ഡ്, ചിലത് ലോജിക് ബേസ്ഡ് ആണ്. അപ്പോൾ ഇത് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. Companies that try to improve employees' performance by dash rewards encourage negative kinds of behavior instead of dash a genuine interest in doing the work well. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചിട്ട് നമുക്കൊരു കേൾക്കാനൊരു അത്യാവശ്യം വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നിയ ഒന്ന്, അല്ലേ? ബാക്കിയൊക്കെ എന്തൊക്കെയോ പറയുന്ന ഒരു ബന്ധവും ഇല്ലാത്ത സാധനങ്ങളാണ്. യെസ്, എന്തായിരിക്കാം? കമ്പനീസ് that try to improve employees' performance. ഓക്കെ, എങ്ങനെയാണ്? ബൈ ഡാഷ് റിവാർഡ്സ്. അപ്പോൾ എംപ്ലോയീൻ്റെ പെർഫോമൻസ്, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ റിവാർഡ്സ് എന്തോ ചെയ്യും റിവാർഡ്സ്. അപ്പോൾ അവരുടെ നെഗറ്റീവ് കൈൻഡ്സ് ഓഫ് ബിഹേവിയറൊക്കെ അതിനെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ എന്ത് ചെയ്യും? ബൈ ഗിവിങ് റിവാർഡ്സ്, അങ്ങനെയാണോ? ബൈ ബെസ്റ്റോയിങ്, ബൈ കൺഫറിങ്, ബൈ വിത്ത് ഹോൾഡിങ്, ബൈ കർബിങ്. എന്താണ്? അതായത് അവർ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ എന്ത് ചെയ്യും? ഓക്കെ, എന്തോ അവർ ചെയ്യുന്നുണ്ട്. ആ റിവാർഡ്സ്, അതായത് ഇവരുടെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇവരെന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് ആ റിവാർഡ്സ് അവരെന്തോ ചെയ്യും. അതായത് ചിലപ്പോൾ അവർ റിവാർഡ്സ് കൊടുക്കുവാണോ കൊടുക്കാതിരിക്കുവാണോ നമുക്കറിയത്തില്ല. എന്താണെങ്കിലും എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കമ്പനീസ് റിവാർഡ്സ് ഒന്നെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കാതിരിക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? അപ്പോൾ കൊടുക്കുവാണോ കൊടുക്കാതിരിക്കുവാണോ നമുക്കറിയത്തില്ല. ഇപ്പോൾ ഈ അപ്രൈസിലൊക്കെ ചില കമ്പനീസ് പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്താ, ആ എംപ്ലോയിക്ക് കുറേ കൂടെ നന്നായിട്ട് കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഫീലിംഗാണ് വരുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കുവാണോ കൊടുക്കുന്നില്ലേ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ബാക്കി വായിക്കാം. എൻകറേജ് നെഗറ്റീവ് കൈൻഡ്സ് ഓഫ് ബിഹേവിയർ ഇൻസ്റ്റെഡ് ഓഫ് ഡാഷ് എ ജെന്യുവൻ ഇൻട്രസ്റ്റ് ഇൻ ഡൂയിങ് ദ വർക്ക് വെൽ, അല്ലേ? അപ്പോൾ കൊടുക്കുന്നുണ്ടോ? സത്യത്തിൽ കൊടുക്കുന്നുണ്ടോ? ഇല്ല, കൊടുക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് അതാണ് സെക്കൻഡ് ഹാഫ് ക്ലൂ തന്നിരിക്കുന്നത്. കൊടുക്കുന്നില്ല, റിവാർഡ്സ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇവരുടെ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ കയറി വരുവാണ്. ഒരു അപ്രൈസിലും ഇല്ല, ഒന്നുമില്ല, പിന്നെ എന്താ ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ഇവർക്ക് തോന്നുവാണ്. അപ്പോൾ അതാ പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു ജെന്യുവൻ ഇൻട്രസ്റ്റ് വർക്കിനോട് തോന്നി അവർ ചെയ്യുന്നതിന് പകരം അവരുടെ നെഗറ്റീവ് തോട്ട്സ് ആണ് എൻകറേജ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? താഴെ വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ എന്താണെങ്കിലും കൊടുക്കുന്നില്ല. അപ്പോൾ ഗിവിങ് ആണോ? അല്ല. ബെസ്റ്റോയിങ്, ഇതൊക്കെ കൊടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. കോൺഫർ ചെയ്യുക ഇല്ല. പിന്നെ കർബ് ചെയ്യുക അതുമല്ല. പിന്നെ കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, വിത്ത് ഹോൾഡ് ചെയ്യുക, അല്ലേ? കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കാത്ത സമയത്ത് എന്ത് പറ്റുന്നു? നെഗറ്റീവ് തോട്ട്സ് ആണ് കയറി വരുന്നത്. അപ്പോൾ അതിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ബിഹേവിയറിലോട്ട് ഫോസ്റ്റർ ചെയ്ത് വളർത്തിക്കൊണ്ട് വരുന്നു. കണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. ഇത് നമുക്ക് പിന്നെ വലിയ പ്രശ്നവുമില്ല. ഒരു നോർമൽ ഒരു കമ്പനിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കത് വെച്ച് അപ്പം കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ ഒന്നും കൊടുക്കുന്നില്ല എന്നല്ല എൻ്റെ മീനിങ്. മനസ്സിലായോ? കർബിയ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ റീസ്ട്രെയിൻ ചെയ്യുക എന്ന് തന്നെയാണ്. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് സ്പോൺസറിങ് എ ജെന്യുവൻ ഇൻട്രസ്റ്റ് എന്ന് വരില്ലല്ലോ. കർബിയ എന്ന് പറയുന്നതും സെയിം മീനിങ് തന്നെ, ഒരു റീസ്ട്രെയിൻ ചെയ്യുക എന്നാണ്. പക്ഷേ സെക്കൻഡ് ബ്ലാങ്ക് അപ്പോൾ അവിടെ വർക്കൗട്ട് ആവുന്നില്ല, സ്പോൺസർ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അതും അവിടെ കൊടുക്കാത്തത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചോണം കേട്ടോ. പിന്നെ കോൺഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗ്രാൻഡ് ചെയ്യാന്ന്, ഗിവ്, ബെസ്റ്റോ, കോൺഫർ, ഇതെല്ലാം കൊടുക്കുക എന്നാണ്. ABC 3 എണ്ണവും കൊടുക്കുക എന്നുള്ള മീനിങ് കേട്ടോ. 3 എണ്ണവും പോസിറ്റീവ് ആണ്, ABC. അപ്പോൾ എന്താണെങ്കിലും കൊടുക്കുന്നില്ലല്ലോ. ഡിയും ഇയും ആണ് നെഗറ്റീവ്, കൊടുക്കുന്നില്ല എന്നുള്ളൊരു മീനിങ്. അതിൽ തന്നെ സെക്കൻഡ് ബ്ലാങ്ക് ഫോസ്റ്റർ ചെയ്യുക, ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ്. കാരണം ഒന്നും ഒരു അപ്രൈസിൽ ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മൾ വളർത്തിക്കൊണ്ട് പോരുന്നത്, അല്ലേ? ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്പോൺസർ ചെയ്യുമല്ല. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. 5 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഡബിൾ ഫില്ലേഴ്സ് എന്ന് പറയുന്നത് 5 ക്വസ്റ്റ്യൻസ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, A growing number of these expert professionals
dash having to train foreigners as the students end up dash the teachers who have to then unhappily content with no jobs at all or new jobs with drastically reduced pay packets. A growing number of these expert professionals dash having to train foreigners. Okay, അവർക്ക് എന്തോ ഫോറിനേഴ്സിനെ സ്റ്റുഡൻസ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്നു, എന്നിട്ട് അവസാനം അത് എൻഡ് ചെയ്യാണ്, അത് അവസാനിക്കുകയാണ്. ദ ടീച്ചേഴ്സ് ഹു ഹാവ് ടു ദെൻ അൺഹാപ്പിലി കണ്ടന്റ് വിത്ത് നോ ജോബ്സ് അറ്റ് ഓൾ. പിന്നെ അവർക്ക് ജോലിയേ കാണില്ല, അല്ലെങ്കിൽ വളരെ റെഡ്യൂസ്ഡ് പാക്കേജിലുള്ള ഒരു ലോ പാക്കേജിലുള്ള പുതിയ ജോലിയായിരിക്കും. അപ്പോൾ ഈ എക്സ്പേർട്ട് പ്രൊഫഷണൽസ്, ഗ്രോയിങ് നമ്പർ ഓഫ് ഏതോ, അതായത് കുറച്ച് എക്സ്പേർട്ട് പ്രൊഫഷണൽസ് അവർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫോറിനേഴ്സിനെ സ്റ്റുഡൻസ് ആയിട്ട് അവർ ട്രെയിൻ ചെയ്യുന്നുണ്ട്, അത് അവസാനിപ്പിക്കേണ്ടി വരുവാണ്. ഓക്കെ, എന്നിട്ട് ഈ ടീച്ചേഴ്സിന് എന്താണ്, അവർക്ക് പിന്നെ ജോലിയില്ല, അല്ലെങ്കിൽ ഒരു ലോവർ പാക്കേജിലൊക്കെ അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ എൻഡപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ വൈൻഡപ്പ് ചെയ്യുവാണ് അല്ലേ, പിന്നീട് അവർക്ക് തൊഴിലില്ലാതെ ആയി വരികയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ വെൽക്കം ചെയ്യല്ലോ. പ്രൊഫഷണൽസ് വെൽക്കം ഹാവിങ് ടു ട്രെയിൻ അല്ല. പിന്നെ ഗ്രോയിങ് നമ്പർ ഓഫ് ദീസ് എക്സ്പേർട്ട് പ്രൊഫഷണൽസ് ആർ ഹാവിങ് ടു ട്രെയിൻ ഇല്ല. എലൗ ഹാവിങ് അതുമല്ല. പിന്നെ എന്തുകൊണ്ടാണ്? കാരണം ആസ് എ സ്റ്റുഡൻസ് എൻഡപ്പ് ഡാഷ്. ഓക്കെ, അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. എന്താ ഈ പറയുന്ന എക്സ്പേർട്ട് പ്രൊഫഷണൽസ്, ആ എക്സ്പേർട്ട് പ്രൊഫഷണൽസ് ആരാന്ന് നമുക്കറിയാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ ഒരു യോഗ മാസ്റ്റർ ഒരു എക്സ്പേർട്ട് പ്രൊഫഷണൽ ആണല്ലോ, ഒരു യോഗ മാസ്റ്റർ. അപ്പോൾ ഈ യോഗ മാസ്റ്റർ ഫോറിനേഴ്സിനെ പഠിപ്പിക്കുകയാണ്, ട്രെയിൻ ഫോറിനേഴ്സ്. ഇനി ആസ് എ സ്റ്റുഡൻസ് എൻഡ് അപ്പ് ഡാഷ് ദ ടീച്ചേഴ്സ് ഹു ഹാവ് ടു ദെൻ അൺഹാപ്പിലി. ഓക്കെ, അപ്പോൾ കുട്ടികൾ ആദ്യം നന്നായിട്ടൊക്കെ പഠിച്ച് വരുന്നുണ്ട്. അപ്പം ഫോറിനേഴ്സാണ് കുട്ടികൾ. യോഗ മാസ്റ്റർ ഫോറിനേഴ്സിനെ പഠിപ്പിക്കുന്നു. എന്നിട്ട് ഒരു സർട്ടൻ പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ ആ പറയുന്ന എന്താണ് മാസ്റ്ററിനെ ചിലപ്പം എന്തോ ചെയ്യുക ഇൻ ദ സെൻസ് ചിലപ്പോൾ പുച്ഛത്തോടെയോ ധിക്കരിക്കുകയോ ചലഞ്ചിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫൈനലി എന്ത് ചെയ്യുന്നറിയോ, ഈ ടീച്ചേഴ്സിന് പിന്നെ ആ ജോലി നിർത്തിപ്പോരേണ്ടി വരുന്നു, അല്ലെങ്കിൽ ലോവർ പാക്കേജിൽ അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പേർട്ട് പ്രൊഫഷണൽസ് ഒരുപാട്. അപ്പം അതുകൊണ്ട് അവരപ്പോൾ എന്താ ചെയ്യുന്നത്, അവർ റിസെൻ്റ് ആണോ റെസിസ്റ്റ് ആണോ? അവർ അവർക്ക് ഒരു റിസെൻ്റ് ആണ്. അതായത് അവർക്ക് എന്താ പറയുക, ഒരു ബിറ്റർനെസ്. കാരണം ഫൈനലി എത്ര പഠിപ്പിച്ചാലും ഒരു ഗുരുത്വമില്ല, അവർ നമുക്ക് തിരിഞ്ഞു കൊത്തുന്നു എന്നൊക്കെ തോന്നത്തില്ലേ. അപ്പോൾ റെസിസ്റ്റ് ചെയ്യുമല്ല, അത് വേണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുമല്ല, അവർക്കൊരു റിസെൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ എ. അപ്പോൾ മീനിങ് കിട്ടിയല്ലോ. ഗ്രോയിങ് നമ്പർ ഓഫ് ദീസ് എക്സ്പേർട്ട് പ്രൊഫഷണൽസ് റിസെൻ്റ് ഹാവിങ്. അവർക്ക് എന്തിനാ വെറുതെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ഒരു റിസെൻ്റ് ആണ്, ഒരു എന്താ പറയുക, ഒരു താല്പര്യമില്ലായ്മയും. കാരണം ഫൈനലി വന്നു കഴിയുമ്പോഴത്തേക്കും ഇവരൊക്കെ അങ്ങ് ചലഞ്ച് ചെയ്യാണ്. ആസ് എ സ്റ്റുഡൻസ് എൻഡ് അപ്പ് ചലഞ്ചിങ് ദ ടീച്ചേഴ്സ് അല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ചലഞ്ച് ചെയ്താൽ ഞങ്ങൾ പഠിക്കാൻ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ടീച്ചേഴ്സിന് വേറെ എന്താണ്, കുട്ടികളില്ലാണ്ട് ടീച്ചേഴ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ഒരു സെൻസ് ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ, ഓപ്ഷൻ എ ആണ്. ആൻഡ് നമ്മുടെ ഡബിൾ ഫില്ലേഴ്സിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The dash regions of Spain all have unique cultures, but the dash views within each region make the issue of an acceptable common language of instruction an even more contentious one. ഇതെന്തുവാ, ഇതൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ? The dash regions of Spain all have unique cultures. എന്ത് റീജിയൻസ് ആണ്? ഡിഫറെൻറ്റ് റീജിയൻസ്, ഡിസ്റ്റിങ് റീജിയൻസ്, ഡൈവേർജൻറ്റ് റീജിയൻസ്, ഡിഫറെൻറ്റ് അവിടെയും ഡിഫറെൻ്റ് ഉണ്ട്, ഡെഫിനറ്റ് റീജിയൻസ്. എന്തായിരിക്കും? നമുക്ക് എന്താണേലും ഡെഫിനറ്റ് റീജിയൻസ് നമ്മൾ പറയത്തില്ല. ഒരു ഡെഫിനറ്റ് ഏരിയ, ഡെഫിനറ്റ് സ്പേസ് എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ് റീജിയൻസ് വരില്ല. പിന്നെ ഡിസ്റ്റിങ്ക്റ്റ് വളരെ ക്ലിയർ ആയിട്ടുള്ളത്, അങ്ങനത്തെ റീജിയൻസ് നമ്മൾ പറയുമോ? അതും ഇല്ല, അതും പോയി. ഇനി ഡൈവേർജൻറ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം കേട്ടോ. ഡൈവേർജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൈവേർജൻറ്റ് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഡൈവേർജൻറ്റ് എന്താ പറയുക, ഒരു ഡിഫറൻസ് തന്നെയാണ് ഡൈവേർജൻ്റ് എന്നും പറഞ്ഞത്. ഡിസഗ്രി ചെയ്യുക എന്നാണ്. അപ്പോൾ അങ്ങനത്തെ റീജിയൻസ് എന്ന് പറയുമോ? ഡിസഗ്രി ചെയ്യുന്ന റീജിയൻസ് ഇല്ല, അതും ഇല്ല. അപ്പോൾ എന്താ? ഡിഫറെൻറ്റ് റീജിയൻസ്. അതായത് സ്പെയിനിലെ പല പല റീജിയൻസിന് എല്ലാവർക്കും യുണീക്ക് കൾച്ചേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതാണ് അവിടെ വരേണ്ടത്. ദ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് സ്പെയിൻ.
മനസ്സിലായോ? ദ ഡിഫറെൻറ്റ് റീജൻസ് ഓഫ് സ്പെയിൻ ഓൾ ഹാവ് യുണീക്ക് കൾച്ചേഴ്സ് ബട്ട് ഇനി എന്താ ദ ഡിസ്ക്രീറ്റ് വ്യൂസ് വിത്തിൻ ഈച്ച് റീജിയൻ ആണോ അതോ ദ ഡിസ്റ്റിങ്ക്റ്റ് അല്ല അതുപോലെ അല്ലേ ദ കോമ്പീറ്റിംഗ് വ്യൂസ് ആണോ? കോമ്പീറ്റിംഗ് അല്ല, ഡിസ്ക്രീറ്റ് ആണ്. ഡിസ്ക്രീറ്റ്, ഇവിടെ ഡിസ്ക്രീറ്റിൻ്റെ മീനിങ് എന്താണ്? അതായത് നമുക്കറിയാമല്ലോ, ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, യുണീക്ക് കൾച്ചറാന്ന് പറയുന്നുണ്ട്. യുണീക്ക് കൾച്ചർ എന്ന് പറയുമ്പം അവരുടെ തന്നെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, നമുക്കിതിന് മുന്നേ വേറെ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ, അതാണ് അതിൻ്റെ മീനിങ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഡി ചിലപ്പോൾ നമുക്ക് സംശയം തോന്നിയേക്കാം. ഡി കോമ്പീറ്റിംഗ് വ്യൂസ് ആണോ? കോമ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്നു എന്നാണ്. അത് വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുണീക്ക് എന്ന് പറയുന്നുണ്ട്. അതായത് സ്പെയിനിലെ പല റീജിയൻസിനും യുണീക്ക് കൾച്ചറാണ്. പക്ഷെ എന്താണ് ഓരോ റീജിയൻ്റെയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വ്യൂസ് എന്നുള്ളതാണ് മെയിൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എന്താണ്? ഡിസ്ക്രീറ്റ് വ്യൂസ് ആണ് ഓപ്ഷൻ എ. ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് സ്പെയിൻ ഓൾ ഹാവ് യൂണീക്ക് കൾച്ചേഴ്സ് ബട്ട് ദ ഡിസ്ക്രീറ്റ് വ്യൂസ്. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് അല്ല, ഡിസ്ക്രീറ്റ് വ്യൂസ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് റീജിയൻസ് ആണെന്നുള്ളത് അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. പല പല റീജിയൻസ് അത് ഉറപ്പിക്കാം. പിന്നെ എന്തുകൊണ്ടാണ് കോമ്പീറ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അവർക്ക് തമ്മിൽ ഒരു കോമ്പറ്റീഷനോ അങ്ങനെയൊന്നും ഇല്ല. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എന്നുള്ളതാണ്. അത് തന്നെയാണ്, ഡിസ്ക്രീറ്റ് സെപ്പറേറ്റ് ആണ്. കാരണം ഇവരുടെ യുണീക്ക് കൾച്ചറാണ്. ഓരോ റീജിയനും ഓരോരോ ഇതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവരുടെ വ്യൂസും പലതും സെപ്പറേറ്റ് ആയിരിക്കും, ഇൻഡിവിജ്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് സെയിം തന്നെയാണ്, മീനിങ് സെയിം തന്നെയാണ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്, ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ എ. അപ്പോൾ ഈ ഡബിൾ ഫില്ലേഴ്സിൻ്റെ ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. അത് വേറൊരു ടോപ്പിക്കാണ്, അതായത് സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഈ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യനകത്ത് അതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റിന് വന്നതാണ്. അപ്പോൾ അതും ഞാനൊന്ന് കാണിക്കാം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ സെൻറ്റൻസസ് തന്നിട്ടുണ്ട്, ജമ്പിൾഡ് ആയിട്ട് കിടക്കുക. ABCDEFGH. ഓക്കെ, 5, 6, 7, 8 സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. ഇത് ഫുൾ ജമ്പിൾഡ് ആയിട്ട് കിടക്കുക. നമ്മൾ അതിനൊരു സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പം നിങ്ങൾ ഓർക്കും അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടല്ലോ മിസ്, അപ്പോൾ നമുക്കത് നോക്കി ചെയ്താൽ പോരെ. ഇതിൻ്റെ ക്വസ്റ്റൻ എങ്ങനെയാണ് വന്നതെന്നറിയോ? ഞാനത് വീണ്ടും ടൈപ്പ് ചെയ്തിട്ടില്ല. അതായത് വിച്ച് ഇസ് എ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. 5 ക്വസ്റ്റൻസ് ആണ് ഈ പാരാജമ്പിൾ അല്ലെങ്കിൽ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന 5 ക്വസ്റ്റൻസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു, വിച്ച് ഇസ് എ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ആഫ്റ്റർ റീഅറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഓർ ആഫ്റ്റർ റീഅറേഞ്ച്മെൻറ്റ് നമ്മളോട് കറക്റ്റ് സീക്വൻസ് എഴുതാൻ പറയുന്നില്ല. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാ, ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാ, അല്ലെങ്കിൽ 7th സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ബാങ്കിങ് ആസ്പിറൻസ്, ഞാൻ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റുവാണ്. അപ്പോൾ ബാങ്കിങ് ആസ്പിറൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ പാരാജമ്പിൾ ക്വസ്റ്റ്യൻസിനകത്ത് പല രീതിയിൽ ചോദിക്കാറുണ്ട്. അതിൽ ഒരു ടൈപ്പാണ് ഈ തന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടെന്ന് അതിലൊരു ഗുണവും ഇല്ല അല്ലേ. കാരണം തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ട് അതിനകത്ത് ABCD തന്നിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ 5th സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ട് അതിൽ ABCDEFG അങ്ങനെ ഓപ്ഷൻ തന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ബേസിക്കലി ഇതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ആ കറക്റ്റ് സീക്വൻസ് കണ്ടുപിടിച്ചാൽ രക്ഷപ്പെട്ടു. ഇതൊരു ടൈപ്പ്. പിന്നെ ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ഒക്കെ വരുന്നത് വെച്ചാൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ തന്നേക്കാം. ഇവിടെ പ്രശ്നമില്ല, ചിലപ്പോൾ അങ്ങനെ തന്നേക്കാം. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്നറിയോ? നമ്മൾ ആ ഓഡ് വൺ, ആ ബന്ധമില്ലാത്തതിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ അറേഞ്ച് ചെയ്യണം. മനസ്സിലായി? അപ്പോൾ കറക്റ്റ് സീക്വൻസ് എഴുതാൻ പറയത്തില്ല, ഓപ്ഷനകത്തും ഇല്ല. ഈ കറക്റ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അതില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സീക്വൻസ് ആക്കിയാൽ അത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം. സീക്വൻസിലാക്കിയാൽ മാത്രമേ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലെ 4th, 5th, 2nd എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് മാറ്റിയിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് സെൻറ്റൻസസ് കാണാം. എന്നിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ഫില്ലേഴ്സിൻ്റെ കൂടെ ഈ ഒരു പാരാജമ്പിളും കൂടെ ചെയ്യുവാണ്. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ. വായിച്ചു നോക്കാം. ദ ക്വാളിറ്റി ഓഫ് അവർ മൈൻഡ്സ് ഇസ് കമ്പയറബിൾ ടു ദ ബെസ്റ്റ് എനിവെയർ ഇൻ ദ വേൾഡ്. പീപ്പിൾ ആർ ദ ഗ്രേറ്റസ്റ്റ് റിസോഴ്സസ് ഓഫ് എനി കൺട്രി. It therefore becomes imperative that we harness our manpower properly. Unfortunately, adequate attention has not been paid to these essentials. If the economic efficiency of our people is to be improved, they must have the 3 basic necessities of life:
With their talent and genius, Indians have made a mark in various fields throughout the world, and so is the case with India. However, we are handicapped by a burgeoning population. Okay. എന്തേലും വായിച്ചിട്ട് പിടി കിട്ടിയോ? ആകെ കൂടെ എനിക്കൊരു ക്ലൂ കിട്ടിയത് ഈ ഇറ്റ് എന്തുവാ? പ്രൊനൗണാണ്. അപ്പോൾ പ്രൊനൗണിന് മുന്നേ നൗൺ വരണം അല്ലേ? അപ്പോൾ ആ ഇറ്റ് എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞാലേ നമുക്ക് അതിനെ തമ്മിൽ പെയർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഇറ്റ് എന്നാന്ന് നമുക്കിപ്പോൾ ഒന്നും അറിയത്തില്ല, അവിടെ നിൽക്കട്ടെ. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി എന്തോ പറഞ്ഞതിൻ്റെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നിർഭാഗ്യവശാൽ അത് പറയുന്നുണ്ട്. അതൊരു ക്ലൂ. അപ്പോൾ എവിടെയാണോ ഒരു കാര്യം പറഞ്ഞിട്ട് എന്നാൽ നിർഭാഗ്യവശാൽ എന്ന് പറഞ്ഞ എന്തോ ഒരു പറയുന്നുണ്ട്. പിന്നെ ആൻഡ് കണ്ടോ? ആൻഡ് അപ്പോൾ സിമിലർ ആയിട്ടുള്ള അതുപോലത്തെ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേറെ ഉണ്ട്. സിമിലർ ആയിട്ടുള്ള എന്തോ ഉണ്ട്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കണക്ട് ചെയ്യാൻ ആൻഡ് ഉപയോഗിക്കാം. പിന്നെ ഹൗവർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് കണക്ട് ചെയ്യാനാണ്. ഓപ്പോസിറ്റ് കണക്ട് ചെയ്യാനാണ് നമ്മൾ ഹൗവർ യൂസ് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഓപ്പോസിറ്റ് കണക്ട് ചെയ്യാൻ ഹൗവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായി. അപ്പം ഇത്രയൊക്കെ നമുക്ക് ക്ലൂ കിടപ്പുണ്ട്. ഇത്രയും ക്ലൂ നമുക്ക് കിടപ്പുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം അല്ലേ? പിന്നെ കണ്ടോ, ഇപ്പോൾ എഫിൽ നോക്കിയേ. എഫിൽ കണ്ടോ, വിത്ത് ദെയർ ടാലൻറ്റ് ആൻഡ് ജീനിയസ്. ആരുടെ ടാലൻറ്റാ അറിയത്തില്ല. അപ്പോൾ ഇതിലൊന്നും നമുക്ക് തുടങ്ങാൻ പറ്റില്ല. നമുക്കൊരിക്കലും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ തുടങ്ങണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് എങ്ങനെയും പെട്ടെന്നൊന്ന് അറേഞ്ച് ചെയ്ത് കിട്ടിയാൽ മതി. ഈ അറേഞ്ച് ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങളുള്ളൂ. അപ്പോൾ അറേഞ്ച്മെൻ്റ് ആണ് മെയിൻ. അപ്പോൾ നിങ്ങൾ ആരും ഓർക്കരുത് പാരാജമ്പിൾ ബാങ്കിങ് എക്സാംസിന് പാരാജമ്പിൾ ചെയ്യുന്ന ഓപ്ഷൻസ് നോക്കി ചെയ്യാമെന്ന്. അത് അതിമോഹമാണ് ദിനേശ, അതിമോഹമാണ് കേട്ടോ. സീരിയസ്ലി നമുക്ക് ബാങ്കിങ് എക്സാംസിന് നമുക്ക് ഈ പറഞ്ഞ പാരാജമ്പിളിന് ഓപ്ഷൻസ് കിട്ടിയിട്ട് യാതൊരു ഗുണവും ഇല്ല. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ കിട്ടിയ 5 മാർക്സും കിട്ടും. ആ സീക്വൻസ് കറക്റ്റ് ആണെങ്കിൽ 5 മാർക്സും ശരിയാണ്, പോയാൽ പോയി. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട്, അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് അത് ചെയ്താൽ മതി. ഒരുപാട് ടൈം അതിന് വേണ്ടി വേസ്റ്റ് ചെയ്യരുത്. എന്നാൽ ചില സമയത്ത് സിമ്പിളായിട്ടുള്ള ടെക്നിക്സ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ക്ലൂ പറഞ്ഞല്ലോ. ഇനി ദ ക്വാളിറ്റി ഓഫ് അവർ മൈൻഡ്സ്, നമ്മുടെ മൈൻഡ്സ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് അതിന് മുന്നേ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. പീപ്പിൾ ആർ ദ ഗ്രേറ്റസ്റ്റ് റിസോഴ്സസ് ഓഫ് എനി കൺട്രി. കണ്ടോ, പീപ്പിൾ ആർ ദ ഗ്രേറ്റസ്റ്റ് റിസോഴ്സസ്. ബാക്കി എന്തിനേലും നമുക്ക് തുടങ്ങാൻ പറ്റുമോ? ഇഫ് ദി എക്കോണമിക് എഫിഷ്യൻസി ഓഫ് അവർ പീപ്പിൾ ഇസ് ഇംപ്രൂവ്ഡ് അല്ലേ? അപ്പോൾ അവിടെ ഒരു കണ്ടീഷനാണ് പറയുന്നത്. അതേപോലെ എയ്ക്കകത്ത് ദ ക്വാളിറ്റി ഓഫ് അവർ മൈൻഡ്സ് ഇസ് കമ്പയറബിൾ ടു ദി ബെസ്റ്റ് എനിവെയർ ഇൻ ദ വേൾഡ്. അപ്പോൾ അതൊരു തലയും വാലും ഇല്ലാത്തൊരു സെൻറ്റൻസ് പോലെയാവും അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാൻ പറ്റിയത്, നമുക്ക് എപ്പോഴും സ്റ്റാർട്ടിങ് സെൻറ്റൻസ് തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. എനിക്കിപ്പോൾ വായിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ, പീപ്പിൾ ആർ ദ ഗ്രേറ്റസ്റ്റ് റിസോഴ്സസ് ഓഫ് എനി കൺട്രി. ഓക്കെ, ആ പീപ്പിൾ ഒരു നൗണുമാണ്. ആദ്യം തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി എന്തായിരിക്കും? അതുപോലെ സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടോ? അതേപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് റിസോഴ്സസ് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളാണ്. അതുപോലെ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? കണ്ടോ, ജീൽ കണ്ടോ, ആൻഡ് സോ ഇസ് എ കേസ് വിത്ത് ഇന്ത്യ. കണ്ടോ, ആൻഡ് സോ ഇസ് എ കേസ് വിത്ത് ഇന്ത്യ. അപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും ഗ്രേറ്റസ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളാണ്. ആ സെയിം തന്നെയാണ് ഇന്ത്യയിലും. കണക്ട് ചെയ്ത് കണ്ടോ? ഓക്കെ, ഇനി ഇത് കണ്ടോ, വിത്ത് ദെയർ ടാലൻറ്റ്. ആരുടെ ടാലൻറ്റ്? ജനങ്ങളുടെ ടാലൻറ്റ്. കണക്ട് ചെയ്യാലോ? എഫ്. ഓക്കെ, വിത്ത് ദെയർ ടാലൻറ്റ് ആൻഡ് ജീനിയസ് ഇന്ത്യൻസ് ഹാവ് മെയ്ഡ് എ മാർക്ക് ഇൻ വേരിയസ് ഫീൽഡ്സ് ത്രൂ ഔട്ട് ദ വേൾഡ്. അതൊക്കെ അവിടെ വരെ കിട്ടി. ഇനി എന്താണ്? അപ്പോൾ ജനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ക്വാളിറ്റിയെക്കുറിച്ച് പറയാമല്ലോ. നമ്മുടെ മനസ്സിലെ ക്വാളിറ്റി, ദ ക്വാളിറ്റി ഓഫ് അവർ മൈൻഡ്സ് ഇസ് കമ്പയറബിൾ ടു ദ ബെസ്റ്റ്. ഇവിടെ വരെ എങ്ങനെയോ ഒപ്പിച്ചെത്തി. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ക്വാളിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഏത് കൊടുക്കും? ഇറ്റ് therefore becomes imperative. ഈ സി കണ്ടോ, ഇറ്റ് therefore becomes imperative that we harness our manpower. ഈ ഇറ്റ് എന്താ? ഇറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇറ്റ് എന്താണെന്നുള്ളത്? ഇറ്റ് എന്താണ്? ഇറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ അതായത് it therefore becomes imperative that we harness our manpower properly. നമ്മൾ മാൻ പവർ പ്രോപ്പറായിട്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് റെഗുലേറ്റ് ചെയ്യണം അല്ലെ, നമ്മൾ ഹാർനസ് ചെയ്യണം. അപ്പം അങ്ങനെ അപ്പോൾ അതിന് മുന്നേ എന്താ പറയുക? അപ്പം ഈ പറയുന്ന മാൻ പവറിനെ കുറിച്ച് എവിടെയെങ്കിലും പറയുന്നുണ്ട്? ദേ എച്ച് നോക്കിക്കേ,
ഹൗ വി ആർ ഹാൻഡിക്യാപ്ഡ് ബൈ എ ബർജനിങ് പോപ്പുലേഷൻ അല്ലേ. നമുക്ക് പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് ഹാർനസ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഇത് കണ്ടോ, സിയും എച്ചും തമ്മിലൊരു ലിങ്ക് ഇല്ലേ, സിയും എച്ചും തമ്മിലൊരു ലിങ്ക് ഇല്ലേ. ഓക്കെ, അപ്പം ഞാൻ നമുക്ക് ബർജനിങ് പോപ്പുലേഷൻ ആണെന്ന് പറയാണ്. അതുകൊണ്ട് നമ്മൾ മാൻ പവർ പ്രോപ്പറായിട്ട് ഒന്ന് നമ്മൾ നോക്കണം അല്ലേ. പ്രോപ്പറായിട്ട് നമുക്കതിനെ ഹാർനസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ എച്ച് കഴിഞ്ഞിട്ടാണല്ലോ സി, അതും പിടികിട്ടി. ഓക്കെ, ഇനി എന്നാക്കിയുണ്ട്, ബാക്കി 2 ഓപ്ഷൻസും കൂടെ ഉള്ളു അല്ലേ, ഇയും ഡിയും. ഈ എച്ച് സി എവിടെയാണെന്ന് അറിയാവോ, ഞാൻ ഇപ്പോൾ വഴി കൊണ്ട് നിർത്തിയിരിക്കുക, അവിടെ നിൽക്കട്ടെ. എ കഴിഞ്ഞിട്ടാണോ നോക്കാം. ദ ക്വാളിറ്റി ഓഫ് എ മൈൻഡ്സ് ഇസ് കമ്പയറബിൾ. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് വെർജിനിങ് പോപ്പുലേഷനാണ്. ഓക്കെ, അപ്പം നമ്മുടെ നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സിൻ്റെ അല്ലെ, ഈ ഇന്ത്യൻസിൻ്റെ ആ ഒരു കൾച്ചർ എന്നൊക്കെ പറയുന്നത് അല്ലെ ഭയങ്കരമാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും എന്താ പറ്റുന്നത്, വി ആർ ഹാൻഡിക്യാപ്ഡ് ബൈ എ ബർജനിങ് പോപ്പുലേഷൻ അല്ലെ. ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ബർജൻ ചെയ്യാന്ന് പറഞ്ഞാൽ മുട്ടിടുക, വളർന്നുകൊണ്ടിരിക്കുക എന്നാണ്, എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വി ആർ ഹാൻഡിക്യാപ്ഡ് ബൈ എ ബർജനിങ് പോപ്പുലേഷൻ. നമുക്ക് ഇങ്ങനൊരു നമ്മളിങ്ങനെ ഒരു ഗ്രോത്ത്, നമുക്ക് ആ ഒരു പോപ്പുലേഷൻ അത് അത്രയ്ക്ക് അങ്ങോട്ടേക്ക് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എച്ച് കറക്റ്റാണ്. എന്നിട്ട് പറയാണ് നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ മാൻ പവർ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പ്രോപ്പറായിട്ട് തന്നെ നമ്മളതിനെ കൺട്രോൾ ചെയ്യണം എന്ന് പറയാം. അപ്പോൾ അത്രയും ഓക്കെയാണ്. ഇനി എന്നാക്കിയുണ്ട്, ബാക്കി ഡിയും ഇയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇയിൽ എന്താണല്ലോ അവസാനിക്കുമോ, ഇല്ല, കാരണം അതൊരു കണ്ടീഷനാണ് പറയുന്നത് അല്ലേ. ഇഫ് ദി എക്കോണമിക് എഫിഷ്യൻസി ഈസ് ടു ബി ഇംപ്രൂവ്ഡ് ദേ മസ്റ്റ് ഹാവ് ദ 3 ബേസിക് നെസസിറ്റി ഓഫ് ലൈഫ്. ഓക്കെ, അപ്പോൾ ഈ പറയാണ്, കാരണം കണ്ടീഷനിൽ അവസാനിക്കാൻ പറ്റില്ലല്ലോ, കണ്ടീഷനിൽ ഒരിക്കലും അവസാനിക്കത്തില്ല. ഇനി എന്താ പറയുന്നത്, ഈ നെസസിറ്റീസ് പറയാണ്, നമ്മുടെ എക്കോണമിക് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ 3 ബേസിക് നെസസിറ്റീസ് വേണം. എന്നിട്ട് പറയാം എന്താ, അൺഫോർച്ചുനേറ്റ്ലി ഈ എസെൻഷ്യൽസ് അല്ലെങ്കിൽ ഈ നെസസിറ്റീസിന് ഉള്ള ഒരു ആവശ്യമുള്ള അറ്റൻഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. സി, ഇതെന്നാ വലിയൊരു സെൻറ്റൻസ് ആണെന്ന് നോക്കിക്കേ. ഞാൻ എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്തോ, എ ബി സി ടിക്കറ്റ് പോട്ടെ, എ ബി പിന്നെ എന്ത് ചെയ്യും, സി ഡി ഇ എഫ് ജി, 8 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ ബി ജി എഫ് എ എച്ച് സി ഇ ഡി. 8 സെൻറ്റൻസസ് ഉണ്ടായിരുന്നു. സമയമുണ്ടെങ്കിൽ മാത്രം ഇതങ്ങ് ചെയ്താൽ മതി കേട്ടോ. സമയമുണ്ടെങ്കിൽ മാത്രം ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. എന്നാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓപ്ഷൻസ് ഉണ്ട് എന്ന് വെച്ച് പാരാജമ്പിൾ അപ്പം ഇരുന്ന് ചെയ്യാം എന്ന് വിചാരിക്കരുത്. കാരണം ഇതിലെ ഓപ്ഷൻസ് കിട്ടിയിട്ട് വലിയ ഗുണമൊന്നുമില്ല. ഇനി നമ്മളോട് ചോദിക്കാം, ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, എഫ്, നമുക്കൊരു മാർക്ക് കിട്ടും. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡി, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബി, മനസ്സിലായോ. തേർഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സി, പിന്നെന്താണ് ഇതിൻ്റെ ഫിഫ്ത്ത് വൺ ഏതാ, എച്ച്, മനസ്സിലായോ. എങ്കിൽ 5 മാർക്കും കിട്ടും. അപ്പോൾ ഈ സീക്വൻസ് കറക്റ്റായിട്ട് കൊടുത്താണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ റീഅറേഞ്ച്മെൻറ്റ് പഠിക്കാനായിട്ട്. അല്ലാണ്ട് ഓപ്ഷൻസ് കൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഇല്ല. ഫസ്റ്റ് ഓപ്ഷന് 3-4 എണ്ണം തന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഇല്ല. സോ ഇതൊന്ന് പ്രോപ്പറായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡബിൾ ഫില്ലേഴ്സിൻ്റെ 5 ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഈ പാരാജമ്പിളും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, do comment. Okay, thank you so much, take care, bye bye.